എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം. ഒരുപാട് സ്നേഹവും ഒരുപാട് ഇഷ്ടവും ഒരുപാട് ബഹുമാനവും. അപ്പോൾ നമ്മുടെ പുതിയ വ്ളോഗിൽ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഇത് നമ്മുടെ സുഹൃത്തു കൂടിയായ ബൈജുവിൻ്റെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ നീരാളി എന്ന് പറയുന്ന റെസ്റ്റോറൻ്റാണ്. ഭയങ്കര കൺസെപ്റ്റുള്ള ഒരു വലിയ മനുഷ്യനാണ്. അപ്പോൾ ബൈജുവിൻ്റെ നീരാളി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കാഴ്ചകൾ കാണാം. വാ, വിശാലമായ സ്ഥലമാണ്. ഇന്നത്തെ സ്പെഷ്യൽ നെമ്മീൻ, ചിപ്പി, വരാല്, അമൂറ്, പുന്നാര, മീൻമുട്ട, ആവോലി, കരിമീൻ, കൊഞ്ച്, നെത്തോലി, ഫിഷ് പൊള്ളിച്ചത്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. നീരാളിയുടെ ഒരു ഭയങ്കര സംഭവമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല രസകരമായ ഒരു സ്ഥലമാണ്. ഇത് കൗണ്ടർ വലിച്ചെറിയുന്ന സാധനമാണ്. ഇത് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ വേറൊരു തലയുണ്ട്. ബൈജുവിൻ്റെ കൂട്ടുകാരനായ എൻ്റെയും കൂടെ കൂട്ടുകാരനും സിനിമയുടെ ആർട്ട് ഡയറക്ടറും കൂടിയായ നമ്മളെ സ്വന്തം അനിലളിയനാണ് ഇവിടുത്തെ ഈ സാധനങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. മീൻമുള്ള് കണ്ട, ഇത് ഒരു ചാളത്തടിയുടെ ഒരു പാർട്ടാണ്. ഒരു ആന്റീക്ക് സ്റ്റൈലിൽ മനോഹരമായി ചെയ്തു വെച്ചിരിക്കുന്ന ഡൈനിങ് ടേബിളും ബാക്കിയുള്ള സെറ്റിംഗ് സാധനങ്ങളുമാണ്. ഈ അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ നിന്നാൽ തന്നെ കാണാം. ഇറങ്ങുമ്പോൾ തന്നെ ഒരു ഒരു കട്ടമരം, ഒരു നല്ല കൗതുകമുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. പുതിയ തലമുറയ്ക്കൊക്കെ ഇതെന്താണെന്നൊക്കെ കാണാൻ വേണ്ടി. പിന്നെ ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ ഇവിടെ ചുവരിൽ പിടിപ്പിച്ചിരിക്കുന്ന തടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഉപയോഗശൂന്യമായ സാധനത്തിനെയാണ് പോളിഷ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ നീരാളിയിലെ വിശാലമായ അടുക്കള. അതായത് ഇവിടെ പരിപ്പ്, സാമ്പാർ, പുളിശ്ശേരി അതൊക്കെ ഭരണിയിലാണ് സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി ഓംലെറ്റ് ചട്ടിച്ചോറുള്ള ഓംലെറ്റാണിത്. അയല ഫിഷ് ഫ്രൈ ആവുന്നുണ്ട്. പായസം ഇന്ന് സേമിയ പായസമാണ്. കറിക്കപ്പ. അപ്പോൾ ഏതാണ്ട് പിന്നെ ഫിഷ് മസാല പുരട്ടി തുടങ്ങുകയാണ്. കാര്യം മീൽസിൻ്റെ സമയമായി. ഇത് മറ്റേ സ്നാപ്പർ അല്ലേ, സ്നാപ്പർ. അതുപോലെ തന്നെ നെമ്മീൻ, മോത, ആവോലി, അയല, അത് രണ്ടായിട്ട് കട്ട് ചെയ്താണ് ചെയ്യുന്നത് കേട്ടോ. നോക്കിക്കോളേ. ബീഫ് ഇവിടുത്തെ സ്റ്റൈല്, നീരാളിയുടെ ബീഫ് റെഡി ആവുകയാണ്. ഇത് ബീഫ് പുഴുങ്ങിയതിൻ്റെ സ്റ്റോക്ക് വാട്ടറാണ്. അപ്പോൾ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ചെറിയ ഉള്ളിയുടെ പേസ്റ്റ്, പിന്നെ ബാക്കി പൊടി ഐറ്റംസ്. കാശ്മീരി ചില്ലി, സാദാ ചില്ലി, പെപ്പർ, ഗരം മസാല. കുറേ തട്ട്. ഇനി ഇതിൽ തേങ്ങ വറുത്തിടും. തേങ്ങ കൊത്ത് വറുത്തിട്ട് ഒരു കറുത്ത അല്ലേ ബ്ലാക്ക് ഷെയ്ഡിലേക്ക് വരും. അതാണ് നമ്മുടെ നീരാളിയിലെ ബീഫ് എന്ന് പറയുന്ന സാധനം. ഇനി നല്ല രീതിയിലൊന്ന് റെഡിയായി വരണം, സമയമെടുക്കും. ഫിഷ് ടവ ചെയ്യുന്ന സ്ഥലമാണ്. ടവ നല്ല ചൂടായി കിടപ്പുണ്ട്. ബാസ ടവ ഫ്രൈ ആണ്. ബാസ ഒന്ന് എടുത്ത് കാണിച്ചേ. ഇതാണ് ബാസ എന്ന് പറയുന്ന മീൻ. नाम क्या है? तुमको नाम क्या है? नाम बोलो बासा का मछली का नाम है तुमको? कुलदीप किधर? वेस्ट बंगाल. ओके, वो बासा कुलदीप, आज का बासा कुलदीप. ओके, किधर डाले मेरे हाथ में इधर ओके. ബാസ എന്ന് പറയുന്ന മുള്ളില്ലാത്ത മീനാണ്. അപ്പോൾ ഫിഷ് രണ്ട് തരത്തിലാണ് ചെയ്യുന്നത്. ഇത് ടവ ഫ്രൈ ഉണ്ട്, പിന്നെ ഓയിൽ ഫ്രൈ ഉണ്ട്. ഇതാണ് ഓയിൽ ഫ്രൈ. ഇട്ടോ ഡാല അമൂർ സ്നാപ്പർ. ആവോലി, ഊണിനുള്ള സമയം ആയി. ഇവിടുത്തെ നീരാളിയുടെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് ഐറ്റമാണ് പൊതിച്ചോറ് വാട്ടിയ വാഴയിലയിൽ എന്നിട്ട് പറയുന്നത് ഞാൻ അത് കെട്ടിക്കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ നീരാളിയുടെ സ്പെഷ്യൽ പൊതിച്ചോറ്. ബീട്രൂട്ട് തോരൻ, അവിയൽ, ഒരു ഉണ്ട ചമ്മന്തി, 2 മുളക്, നാരങ്ങ അച്ചാർ, ഒരു വാഴയിലയിൽ ഇതുപോലെ പൊതിഞ്ഞ് സൈഡിൽ ഇങ്ങനെ വെച്ച് ഒരു അവൈലബിൾ ആയിട്ടുള്ള, ഇന്നിപ്പോൾ അയലയാണ്, ഒരു ഫിഷ് ഫ്രൈ, അയല, ഒരു ഓംലെറ്റ്. ഇത്രയും സാധനമാണ് നമ്മുടെ നീരാളി സ്പെഷ്യൽ പൊതിച്ചോറ്. ഇനി നമ്മളിത് ഇങ്ങനെ പൊതി.
ഇനി നമ്മൾ ടവയിലിട്ട ഈ ഫിഷിന് ഒരു മസാല പുരട്ടൽ പരിപാടിയുണ്ട്. തയ്യാറാക്കി വെച്ച ലിക്വിഡ് ആയിട്ടുള്ള ഒരു മസാല ഉണ്ട്. അത് ഇതിൻ്റെ പുറത്ത് ഇനിയിപ്പോൾ ഇടും. നോക്കിക്കോളണേ. അപ്പോൾ അതാണ് മസാല. തിരുവനന്തപുരത്ത് എല്ലാ ദിവസവും മീൻ മുട്ട കിട്ടുന്ന ഒരു സ്ഥലമാണ് നീരാളി. അപ്പം മീൻ മുട്ട കഴിക്കാൻ കൊതിയുള്ള നമ്മുടെ അമ്മ വീട്ടിലും കിട്ടും, പക്ഷേ എല്ലാ ദിവസവും കിട്ടൂല കേട്ടോ. ഉള്ള കാര്യം പറയാമല്ലോ. ബൈജുവിൻ്റെ കടയിൽ എല്ലാ ദിവസവും മീൻ മുട്ട കിട്ടും. ഇത് എവിടെ നിന്ന് കൊണ്ടുവരണമെന്ന് ഞാൻ പുള്ളിയോട് ചോദിക്കാം. അപ്പം മീൻ മുട്ട കഴിക്കാൻ അത്യാവശ്യം ഈ പ്രഗ്നൻസി ഉള്ള പെണ്ണുങ്ങൾ നമ്മൾ ഇങ്ങനെ ഫോൺ ചെയ്ത് ചോദിക്കാറുണ്ട്. ചില ദിവസം മിക്ക ദിവസം നമ്മളവിടെ കാണും. അപ്പോൾ ഇനി നമ്മളവിടെ ഇല്ലെങ്കിൽ ഓടി നീരാളിയിൽ വരിക, നമുക്ക് അവിടെ നിന്ന് കഴിക്കാം. മീൻ മുട്ട റെഡി ആയിട്ടുണ്ടേ. ഇതാ മുട്ട. ഇനി അടുത്ത് ചിപ്പി എല്ലാ ഐറ്റം ഉണ്ട്. ഇതാ ചിപ്പി ഫ്രൈ. ചിപ്പി നമ്മൾ പുഴുങ്ങിയതിന് ശേഷമാണ് മസാല ഇട്ട് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഇത് റെഡിയാവും. ഇനി ഈ ചിപ്പിയുടെ കൂടെ ഉള്ള പൊടിയാണ് ഇത്. ഇഞ്ചി, വെളുത്തുള്ളി അല്ലേ, കറിവേപ്പില, മസാല എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഉള്ള ഒരു പൊടിയാണ്. അത് ഇതിൻ്റെ കൂടെ ചിപ്പി ഫ്രൈയുടെ കൂടെ കൊടുക്കുന്നൊരു സാധനമാണ്. ഇത്തിരി വെന്ത് വരണം. ഇതാ നല്ല രീതിയിലൊന്ന് നല്ല ക്രിസ്പി ആയാലും ഇതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഒരു രസം കാണും. കണവ റെഡിയായി വരികയാണ്. കണവ ഒരു ശകലം കൂടെ കിടക്കണല്ലേ സന്തോഷം? കുറച്ച് ഡ്രൈ ആവാറുണ്ട്. ഈ സാധനം ഈ മസാലയിൽ പിടിച്ച സാധനമാണ്, പക്ഷേ കുറച്ചുകൂടെ ഈ കണവ ഡ്രൈ ആവാനുണ്ട്. കഴിഞ്ഞ എല്ലാ അനുസാരികൾ അല്ല ചേർക്കേണ്ടതെല്ലാം ചേർത്താ. ഇനി പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ അങ്ങോട്ട് തൂവി വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഇനി ഇത്തിരി തേങ്ങാക്കൊത്ത് അല്ലേ, തേങ്ങാക്കൊത്ത്. ആ നോക്കട്ടെ. ഓ കാലം കൂടെ കിടക്കാണ്ട്. പ്രോൺസ് ഫ്രൈ റെഡിയാണ്. ഇതാ ഇനി അല്ലേ ഫ്രൈ ചെയ്ത കൊഞ്ച് നമ്മുടെ മസാലയിൽ സോർട്ട് ചെയ്താണ് കൊടുക്കുന്നത്. ഫ്രൈ ചെയ്ത കൊഞ്ചിന് നമ്മുടെ ഇവിടുത്തെ ഈ ഫിഷിൻ്റെ മസാലയുണ്ട്. ആ മസാലയിൽ ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് സോർട്ട് ചെയ്താണ് കൊടുക്കുന്നത്. ഇതാ ഇനി ഇവിടെ നിന്നാണ് പ്ലേറ്റിൽ അളവനുസരിച്ച് സെറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ലഞ്ച് ടൈമായി. നീരാളിയിലെ ലഞ്ച് ടൈം. എല്ലാ സാധനവും സെറ്റ് ചെയ്തിട്ടുണ്ട്. കാസർഗോഡിൽ ചോറുണ്ട്, ഇതിൻ്റെ കൂടെ ഫിഷ് കറിയാണ്, പായസം, പപ്പടം, പിന്നെ ഇവിടുത്തെ കറികൾ. അപ്പോൾ മീൽസ് റെഡി. ഇതാണ് ഞാൻ പറഞ്ഞ കാർഷിക ഗ്രാമം. ഉള്ളൂരിൽ നിന്ന് ആക്കുളത്തേക്കുള്ള റോഡ് ഇങ്ങോട്ട് കയറുമ്പോൾ ഒരു 50 മീറ്റർ ഇടതുവശത്താണ്. ഇത് ബൈജുവിൻ്റെ സ്ഥാപനമാണ്. നീരാളിയുടെ നമ്മുടെ സുഹൃത്ത് ബൈജുവിൻ്റെ സ്ഥാപനമാണ്. ഇവിടെ നാടൻ പച്ചക്കറി ഐറ്റങ്ങളും നാടൻ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഐറ്റങ്ങളും ഒരുപാടുണ്ട്. ഇവിടെ നിന്നുള്ള പച്ചക്കറിയും ബാക്കിയുള്ള സാധനങ്ങളുമാണ് ഇവിടെ നീരാളി ഹോട്ടലിലേക്ക് ഉപയോഗിക്കുന്നത്. വാ കാണാം, എല്ലാം നല്ല നാടൻ ഐറ്റം ഉണ്ട്. പച്ചക്കറികളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ സുഹൃത്ത് മുതലാളി ബൈജു, നീരാളിയുടെ മുതലാളി. അപ്പം ഇങ്ങനൊരു കൺസെപ്റ്റ് എങ്ങനെയാണ് ഈ കാർഷിക ഗ്രാമം?
അല്ല, കാർഷിക നമ്മൾ ആദ്യമായിട്ട് തുടങ്ങി. അതിന് ശേഷമാണ് റെസ്റ്റോറൻറ്റ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടെ ഇത് എവിടെ നിന്നൊക്കെയാണ് പച്ചക്കറി എടുക്കുന്നത്? ഇത് നമ്മള് നെടുമങ്ങാട് ഈ ഗവൺമെന്റ് ക്ലസ്റ്റർ അന്തർദേശീയ മാർക്കറ്റ് അവിടെ നിന്ന് നമ്മൾ പോയി ലേലം വിളിച്ചിട്ട് എടുക്കും. അവിടെ ഒരുപാട് കർഷകർ സാധനങ്ങൾ കൊണ്ടുവരും. തക്കാളി കണ്ടു കഴിഞ്ഞാൽ അറിയാം നാടനാണോ. അതാ കണ്ട നാടൻ തക്കാളി ഇങ്ങനെ ഇരിക്കും. സലാഡ്, വെള്ളരി, കുമ്പളങ്ങ, ക്യാരറ്റ് അവിടെ നിന്ന് വരണം. ഊട്ടി ക്യാരറ്റ് ആണ് വരുന്നത്. പിന്നെ ബീട്രൂട്ടും ഊട്ടിയാണ്. ബീൻസ്, കോളിഫ്ലവർ ഒക്കെ ഇവിടത്തെ. അതാ ഇത് കാണുമ്പോൾ അറിയാം നാടനാണോ. ഈ മത്തൻ നാടനാണ്. ഇതൊരു 10, 30, 45 ദിവസമൊക്കെ പുല്ലുപോലെ ഇരിക്കും. പിന്നെ നാടൻ കോവയ്ക്കുണ്ട്, നാടൻ വെണ്ടയ്ക്കുണ്ട് കേട്ടോ. നാടൻ തക്കാളി ഇതാ ഇപ്പോൾ വന്നതേ ഉള്ളൂ. അതിൻ്റെ കളർ കണ്ടേ അറിയാം. ഒന്നെ നോക്കി. വറ്റലുകൾ, ചിപ്സ്, ഇതെല്ലാം നമ്മളിവിടുത്തെ ചേച്ചിമാർ ഉണ്ടാക്കി കൊണ്ടുവരുന്ന സാധനമാണ്. ചീര, വാഴക്കൊടുപ്പായി, ചെറിയ ചേമ്പ്, ഇഞ്ചി, ചീനിക്കിഴങ്ങ്, കൂർക്ക, കൂവക്കിഴങ്ങ്. ഇതൊരു അന്യായ സാധനമാണ്. ഇത് പലയിടത്തും കിട്ടാനില്ല. കൂവക്കിഴങ്ങെന്ന് പറയും. ഇത് നാടൻ വെണ്ടയ്ക്കയാണ്. ഇതിനെ ആനക്കൊമ്പ് വെണ്ടയ്ക്കാന്നൊക്കെ പറയും. ആനക്കൊമ്പ്. കർഷകർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം അവർക്ക് മാർക്കറ്റ് ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെയുള്ളൊരു സാധനം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധൈര്യമായി പച്ചക്കറി കൃഷി ചെയ്യാം. മാത്രമല്ല നിങ്ങളുടെ കയ്യിൽ വീട്ടിൽ ഇപ്പം എല്ലാ സ്ഥലങ്ങളിലും ഈ പച്ചക്കറി തോട്ടമുണ്ട്. അവർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം, ഞാൻ ഇതിനിടയ്ക്ക് പല സ്ഥലങ്ങളിലൊക്കെ പോയി അന്വേഷിച്ചപ്പോൾ അവർക്ക് ഇത് ചെയ്യണോ താല്പര്യമുണ്ട്, പക്ഷേ ഇത് എവിടെ കൊണ്ടുവന്ന് കൊടുക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് വീട്ടിലായിരുന്നാലും അല്ലെങ്കിൽ പച്ചക്കറി കൃഷി നടത്തുന്ന നാടൻ പച്ചക്കറി കൃഷി നടത്തുന്ന കർഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നമ്മുടെ ഉള്ളൂരിൽ നിന്നും ആക്കുളം റോഡിലേക്ക് നിങ്ങൾ അവിടെ കൊണ്ടു കൊടുക്കുക. കാർഷിക വിപണിയിൽ നിങ്ങൾ അർഹിക്കുന്ന തരത്തിലുള്ള കൃത്യമായ രീതിയിലുള്ള പൈസ കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം. ഒരുപാട് സ്നേഹം, ഒരുപാട് ഇഷ്ടം. അപ്പോൾ നമ്മുടെ ബൈജുവിൻ്റെ മെഡിക്കൽ കോളേജിലുള്ള തിരുവനന്തപുരത്ത് നീരാളി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാണ് ഇവിടുത്തെ ഉച്ചയൂണെന്ന് പറഞ്ഞാൽ ഗംഭീരമായ ഉച്ചയൂടാണ്. കാര്യം ഫിഷ് ഞാൻ നേരത്തെ നിങ്ങൾ കണ്ടു. ഓരോ ഡിഷുകളും ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങേറ്റം നീരാളി എന്ന് പറയുന്നത് പേര് കറക്റ്റ് അർത്ഥമാണ്. കടലിൽ കിടക്കുന്ന സകല സാധനങ്ങളും കരയിൽ ഓടി വരുന്ന സ്ഥലത്തിൻ്റെ പേരാണ് നീരാളി. ഇവിടെ അയല, ചെമ്പല്ലി, പ്രോൺസ്, മീൻമുട്ട, സ്നാപ്പർ, കണവ, നെമ്മീൻ, ആവോലി, ബീഫ്, കക്ക, ചിക്കൻ തോരൻ. ഇത്രയും സാധനങ്ങളല്ല, പക്ഷേ ഇനിയും സാധനങ്ങളുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഊണ് നമുക്ക് ആദ്യം ശകലം പരിപ്പും ഒരു ഉരുള ഇതിൽ നിന്ന് തുടങ്ങാം. നല്ല കട്ടിപ്പരിപ്പ് കേട്ടോ. ഇനി കൊഞ്ച് ഒരു കൊഞ്ച്. കൊഞ്ച് പറയും എല്ലാം കൂടെ അങ്ങനെ കഴിക്കും. അയ്യോ, പിന്നെ എല്ലാവരും ഫേവററ്റ് സാധനത മീൻ മുട്ട കേട്ടാ. അയ്യോ എല്ലാം നല്ല സോഫ്റ്റ്. കണവ നോക്കട്ടെ, കണവ. റയറായിട്ട് കിട്ടുന്ന സാധനമാണ്. പക്ഷേ നമ്മുടെ ഈ നീരാളിയിൽ എല്ലാ ദിവസവും ഉള്ള ഒരു ഐറ്റമാണ് ചിപ്പി എന്ന് പറയുന്നത്. ചിപ്പി ബോയിൽ ചെയ്തതിന് ശേഷം അതിൽ മസാല കയറ്റിയിട്ട് ഫ്രൈ ചെയ്യുന്നതാണ്. അടുത്ത ഇവിടുത്തെ ചിക്കൻ പെരട്ടുണ്ട് കേട്ടോ. ചിക്കൻ പെരട്ടിൻ്റെ മസാലയാണ്. സാമ്പാറുണ്ട്, പുളിശ്ശേരി, നല്ല പുളിശ്ശേരി കണ്ടാൽ തന്നെ അറിയാം.
പുളിശ്ശേരി ഉണ്ട്. പിന്നെ ആവോലിയും നെമ്മീനും ഇതുപോലെ സ്നാപ്പർ, കയല, ഈ സാധനം നമ്മൾ തൊട്ടില്ല. ഇതെല്ലാം കൂടെ തിന്നാൻ ഇത്തിരി ജോലിയുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് വരുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക, മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് തൊട്ടടുത്ത് തന്നെയാണ് നീരാളി റെസ്റ്റോറൻറ്റ്. വന്നു കഴിഞ്ഞാൽ മനോഹരമായ രീതിയിൽ നല്ല ആംബിയൻസിൽ ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോവാം. അപ്പോൾ എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം, ഒരുപാട് സ്നേഹം, ഒരുപാട് ഇഷ്ടവും. ഇനി നീരാളിയിലെ നൈറ്റ് വൈബ് ഒരു പ്രത്യേക സുഖമാണ്. അപ്പോൾ യാത്ര പറയുന്നില്ല, ഒരു നൈറ്റ് വൈബുമായിട്ട് ഉടനെ നമുക്ക് വീണ്ടും കാണാം.